ഉദയ ഉഗ്രനൊരു ക്ലൈമാക്സ് കിട്ടും പറഞ്ഞു. അത് ഉഗ്രനാണോ എന്നൊക്കെ ഓഡിയൻസ് അല്ലേ തീരുമാനിക്കുന്ന റഫീഖെ. എന്നാലും ഉദയനൊരു കണക്കൂട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ. എന്നാ ഷൂട്ടിംഗ് തുടങ്ങണേ? ആദ്യം വേണ്ടതൊരു പ്രൊഡ്യൂസർ അല്ലേ. ആരെയും കോണ്ടാക്ട് ചെയ്തില്ലേ? റഫീഖെ, പുരനിറഞ്ഞു നിൽക്കുന്ന ഒരു പെണ്ണിനെ പോലെ അസിസ്റ്റന്റ് ഡയറക്ടർ, പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ചെറുക്കം വന്ന് പെണ്ണിനെ താണും ചെരിഞ്ഞുമൊക്കെ നോക്കും. ഇഷ്ടപ്പെട്ടാലേ കല്യാണം നടക്കും. ഇഷ്ടപ്പെടും ഉദയ. അന്ധകൂപത്തിൽ കിടക്കുന്ന മലയാള സിനിമയെ കരകയറ്റാൻ ഉദയനെ പോലുള്ളവർ വന്നേ പറ്റൂ. അന്ധകൂപം എന്ന് പറഞ്ഞപ്പോഴേക്കും അന്ധകൂപം അറിഞ്ഞു. GK നായരുടെ അടുത്ത പടത്തിൽ ഞാനാ സെക്കൻഡ് ഹീറോ. 2 ഫൈറ്റും 1 പാട്ടും. സീനുകളും സംഭാഷണമൊന്നും ഇല്ലേ? അല്ല, സീനിന് പുറമേയുള്ള കാര്യമാണ് പറഞ്ഞത്. മെമ്മറി നിറക്കി ഇവിടെ ആയിരിക്കാൻ തട്ടുന്നത്. അല്ല, എപ്പോഴാ ഷൂട്ടിംഗ്? അതാണ് പ്രശ്നം. 2 മാസം കഴിയും. അതുവരെ അല്ല, അഡ്വാൻസ് 2 ആഴ്ചക്കകത്ത് കിട്ടും. അത് എത്രയും വേഗം കിട്ടുന്ന എല്ലാവർക്കും നല്ലത്. ഉദയന്റെ പടത്തിൽ നായകനായിട്ട് ആരെയാണ് ഉദ്ദേശിക്കുന്നത്? അത് മിക്കവാറും പ്രസാദ് ചന്ദ്രനായിരിക്കും. നായിക പിന്നെ എന്തായാലും മധുമതി തന്നെ ആയിരിക്കുമല്ലോ. അതെ ഉദയ, ഞാൻ വേറെ ഉദ്ദേശിച്ച് ചോദിച്ചതല്ല. മധുമതിക്ക് പല മാർക്കറ്റ് ഉണ്ടല്ല, ഉദയന് പരിചയമുണ്ട്. അങ്ങനെ മാർക്കറ്റും പരിചയമുള്ള വേറെ ആരും മലയാളത്തിലില്ലേ? ഇന്നിപ്പോ ഏറ്റവും നന്നായിട്ട് അഭിനയിക്കുന്ന ഹീറോയിൻ ആരാന്ന് ചോദിച്ചാ സുഹൃത്തുക്കൾ എന്നെ ഇങ്ങനെ ഗോസിപ്പ് പഠിച്ചിറക്കിയ പുറത്തുള്ളവരെ നമ്മളെന്ത് പറയും? സത്യമായിട്ട് ഞാൻ ദുരുദ്ദേശത്തിൽ പറഞ്ഞതല്ല ഉദയ. റഫീഖിനറിയാം, ഈ ക്ലൈമാക്സ് എഴുതി കഴിഞ്ഞതിന് ശേഷം എല്ലാ ദിവസവും കാലത്ത് 5 മണിക്കാണ് ഞാൻ എഴുന്നേക്കുന്നത്. ഈ ക്യാമറയുമായിട്ട് അങ്ങ് ഇറങ്ങും. പല പല ലൊക്കേഷൻസും വിഷ്വൽസും ഒക്കെ ഷൂട്ട് ചെയ്യും. കോമ്പസിഷനും ആംഗിൾസും ഒക്കെ മനസ്സിൽ ഫിക്സ് ചെയ്യാൻ. ഉദയഭാനുവിന് ഒരു കാമുകയേ ഉള്ളൂ, സിനിമ. ഒരു ഭാര്യയേ ഉള്ളൂ, സിനിമ. ഇത്രയും കാലമായിട്ട് ഞാനൊരു കല്യാണം കഴിക്കാത്തെന്താ? സിനിമയിലുള്ള എന്റെ ശ്രദ്ധ മാറിപ്പോകുമോ എന്ന് ഭയന്നിട്ട്. ഞാൻ എന്തിനെപ്പോ ചോദിക്കാൻ പോയി? ഒന്ന് ഞാൻ പറയാലോ, മധുമതി ഉദയനോട് ഒരു ഇതുണ്ട്. ഏതുണ്ട്? എന്തുണ്ട്? അല്ല, അങ്ങോട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷേ തന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അവളെ കെട്ടി സുഖമായിട്ട് ജീവിച്ചേനെ. താരമായില്ലെങ്കിലും താരത്തിന്റെ ഭർത്താവാകാലോ. താൻ പോയി അവളെ കെട്ടടോ. ഇവിടെ പോയി കെട്ടാൻ അതിന് അവള് സമ്മതിക്കണം. ഞാൻ സമ്മതിപ്പിച്ചേരാ. വിടൂന്നേ. ഇത്രയും ചൂടാവുന്നതിന്റെ മനഃശാസ്ത്രം വെച്ച് നോക്കുമ്പോ ഒന്നുമില്ല. രാജപ്പ, വേണ്ട വേണ്ട. ഇതെന്താ കുട്ടികളെ പോലെ? അപ്പഴേ ഉദയ, പടത്തിൽ ഞങ്ങൾക്ക് വേഷങ്ങൾ കാണുമല്ലോ. ഞാൻ പറഞ്ഞില്ലേ റഫീഖ്, ആദ്യം ഒരു പ്രൊഡ്യൂസർ കത്ത്. കറക്റ്റ്. അങ്ങനെയാണ് ഉദയ. ഞാൻ നേവിയം വരെ പോവാ. 500 രൂപയുടെ ചെറിയ വേഷം കിട്ടിയിട്ടുണ്ട്. ആ ശരി, വൈകുന്നേരം കാണാം. പോട്ടേപ്പാ. പലരും ചോദിക്കുന്നു. കേട്ടോ ഉദയ? കേട്ടു. പലരും ചോദിക്കുന്നു. എന്ത് ചോദിക്കുന്നു എന്ന് ചോദിക്കാത്ത എന്ത്? പലരും ചോദിക്കുന്നുണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനാ ചോദിക്കുന്നത്? ഉദയഭാനു ആത്മസുഹൃത്തല്ലേ? അവന്റെ ആദ്യ പടത്തിൽ താനാണോ നായകൻ എന്നാ പലരും ചോദിക്കുന്നത്. ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ. അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. തന്റെ പ്രസാദ് ചന്ദ്രനേക്കാൾ നന്നായിട്ട് ഞാൻ അഭിനയിക്കും. അങ്ങനെ കൂടുതലായിട്ട് അഭിനയിക്കുന്ന ആളെ എനിക്ക് വേണ്ട. നിന്റെ കൂടുതൽ അഭിനയം ആ നാട്ടുകവിടാന്നുള്ള പടത്തിൽ ഞാൻ കണ്ടു. ഇവിടെ റേപ്പ് ചെയ്യപ്പെട്ട പെങ്ങളെ നോക്കി ഇങ്ങനെ കാണിക്കുന്നതാണാ ദുഃഖം. അങ്ങനെയൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. കാണിച്ചു. അങ്ങനെ കാണിച്ചത് കൊണ്ടാണ് ആ പടത്തിൽ 5-6 സീൻ ഉണ്ടായിരുന്നത് ഡയറക്ടർ വെട്ടി 2 ആക്കിയത്. ഞാനതൊന്നും അറിയുന്നില്ലെന്നാണോ നിന്റെ വിചാരം? ഇവിടെ അഭിനയം എന്ന് പറയുന്നത് അതിസൂക്ഷ്മമായി ചെയ്യേണ്ട ഒരു ഹാർട്ട് ഓപ്പറേഷൻ പോലെയാണ്. സ്റ്റാൻസിലോസ്കി പറയുന്നത് തുടങ്ങി. താൻ പറയുന്നത് വള്ളി പുള്ളി തെറ്റാതെ ഞാൻ അഭിനയിച്ചോളാം. അഭിനയം പറഞ്ഞു തരാൻ തനിക്കറിയില്ലെന്ന് താൻ പറയില്ലല്ലോ. അതുകൊണ്ട് കാര്യമില്ലല്ലോ. ഒന്നാമത് എൻ്റെ നായകൻ വളരെ സുന്ദരനാണ്. അതിനല്ലേ മേക്കപ്പ്. മേക്കപ്പിനൊക്കെ ഒരു പരിധിയില്ലടാ. മർലിൻ ബ്രാൻഡോ, അൽ പാച്ചിനോ, റോബർട്ട് ഡി നീറോ, ഡെൻസൽ വാഷിംഗ്ടൺ, ലോറൻസ് ഒലിവർ, പോൾ മുനി, ജാക്ക് നിക്കൽസൺ, ആന്റണി ഹോപ്കിൻസ്, സഞ്ജയ് കുമാർ, അശോക് കുമാർ, നസറുദ്ദീൻ ഷാ, പരേഷ് റാവൽ തുടങ്ങിയവർ അഭിനയിച്ച പടങ്ങൾ പോയി കാണ്. എന്നിട്ട് അഭിനയം എന്തെന്ന് പഠിക്കേ. ഇല്ലെങ്കിൽ നാട്ടിൽ പോയി വേറെ എന്തെങ്കിലും ജോലി എടുത്ത് കുടുംബം പുലർത്താൻ നോക്ക്. ഇനി എന്റെ പടത്തിൽ ചാൻസ് ചോദിച്ചാണ്ടല്ലോ. ഒരു മിനിറ്റ് സ്വൈര്യം തരില്ല. പ്രൊഡ്യൂസർ സോനാബാലൻ സ്പീക്കിംഗ്. താനായിരുന്നു. ഞാൻ വിചാരിച്ചു പണം കൊടുക്കാനുള്ള വല്ലവരും ആണെന്ന്. ലാസ്റ്റ് പടം പൊട്ടി, അറിഞ്ഞില്ലായിരുന്നോ? ഇപ്പൊ കോമഡി ട്രെൻഡാണെന്ന് പറഞ്ഞ് എല്ലാ മെമിക്രിക്കാരും വെച്ചൊരു പടം എടുത്തു. ദാ കിടക്കുന്നു. ഇപ്പൊ കടക്കാരെ വിളിക്കുമ്പോൾ ഞാൻ മെമിക്രി കാണിക്കുക. സോനാബാലൻ അല്ലല്ലോ, സോനാബാലൻ ഇല്ലല്ലോ. അബ്ദുള്ളേ, ആരോ വന്നിട്ടുണ്ട്. ആ മാർവാടി മുകേഷ് കുറച്ച് രൂപ കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞിരുന്നു. അയാളായിരിക്കും. പിന്നെ വിളിക്കേ. ഗുഡ് മോർണിംഗ് സർ. താൻ ഇന്നലെ വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലേ രായപ്പ, അടുത്തൊന്നും പടം എടുക്കുന്നില്ല, ചാൻസ് ചോദിച്ചു വരണ്ടെന്ന്. അത് ഇന്നലെയല്ലേ സാർ? ഇന്ന് ചിലപ്പോൾ തീരുമാനം മാറിയാലോ. ഭഗവാനെ, ഇവനെ ഞാൻ എന്താ ചെയ്യേണ്ടത്? നല്ലൊരു വേഷത്തിന് വേണ്ടി ഞാൻ എത്ര തവണ സാറിൻ്റെ അടുത്ത് വന്നു. എന്നെ കൊല്ലാക്കൊല ചെയ്യാതോടെ രാജപ്പ. എന്റെ മിമിക്രി പടം പൊട്ടി.
പുതിയ എന്തെങ്കിലും തട്ടിക്കൂട്ടാന്ന് വെച്ചാൽ നല്ലൊരു കഥ വേണ്ടേ, തിരക്കഥ വേണ്ടേ? ദയവ് ചെയ്ത് താൻ ഇനി എന്നെ കാണാൻ വരരുത്. അപ്പൊ ഞാൻ നാളെ ബാലൻ സാർ ഉടനെ ഒന്നും പടം എടുക്കുന്നില്ല അല്ലേ? അറിഞ്ഞൂടാ. പെട്ടെന്ന് വല്ലതും എടുക്കുകയാണെങ്കിൽ എന്റെ കാര്യം ഒന്ന് ഓർമ്മിപ്പിച്ചേക്കണേ. പിന്നെന്താ, രാവിലെയും ഉച്ചക്കും രാത്രിയും അങ്ങനെ 3 നേരം ഓർമ്മിപ്പിച്ച പോരെ? ഗേറ്റിൽ ഒരു ഗൂർക്കയെ നിർത്തിയ വഴിയുള്ളൂ. എടോ, താൻ കണ്ടില്ലോടോ ആ കിഴങ്ങൻ രാജപ്പൻ ഇങ്ങോട്ട് കയറി വരുന്നത്? രാജപ്പൻ പോയില്ലേ? കുടിക്കാൻ ചായ മറ്റോ? ഇതുവരെ എന്റെ പേര് രാജപ്പൻ തെങ്ങുമൂട് എന്നായിരുന്നു, ഇന്നത് കിഴങ്ങൻ രാജപ്പൻ എന്നായി. അതെ, ഈ മരച്ചീനിക്ക് ഞങ്ങളുടെ നാട്ടിൽ കിഴങ്ങെന്നാ പറയുന്നത്. അത് ഞാൻ അവനോട് മേടിക്കാൻ. അതൊന്നും സാരമല്ല സാറേ. സാറ് പറഞ്ഞ കാര്യം ഞാൻ ചിന്തിക്കുകയായിരുന്നു. സാറിനില്ലാത്തത് കഥയും തിരക്കഥയല്ലേ? ഉഗ്രനൊരു തിരക്കഥ ഞാൻ തന്നാൽ എന്നെ അതിൽ നായകനാക്കൂ. ഉഗ്രൻ തിരക്കഥ എന്ന് പറഞ്ഞ ചെമ്മീന്റെ തിരക്കഥയോ അതോ മുറപ്പെണ്ണിന്റെയോ? കോമഡി പടം എടുത്ത് പൊട്ടിയിട്ട് സാറ് കോമഡി വിട്ടിട്ടില്ലല്ലേ? വായിച്ചു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം എടുത്താൽ മതി സാറേ. താനെഴുതിയ? കുറെ കാലമായി സാറേ ഞാൻ ഈ കോടമ്പാക്കത്ത് കറങ്ങാൻ തുടങ്ങിയിട്ട്. ഒരെണ്ണം എഴുതാനുള്ള വകുപ്പൊക്കെ എൻ്റെ കയ്യിലുണ്ട്. എടോ, പേരെടുത്ത തിരക്കഥാകൃത്തുകൾ വരെ പേനയും പൂട്ടി വെച്ച് ആകാശത്തേക്ക് നോക്കിയിരിക്കുക. ഈ അവസ്ഥയിൽ എന്ത് എഴുതണമെന്നറിയാതെ ഇരുട്ടി തപ്പുക. അപ്പോഴാ തന്റെ ഒരു രാജാ വണ്ടിയിട്. സാർ ഇതൊന്ന് വായിക്കാനുള്ള സന്മനസ് കാണിക്കും. വണ്ടി വിടറോ സാർ, പ്ലീസ് പ്ലീസ്. ഇതെന്തൊരു പുലിവാലാണ് ഈശ്വര. ഒരു കാര്യം ചെയ്യ്, താനത് എപ്പോഴാണെന്ന് വെച്ചാൽ കൊണ്ടുവന്ന് ഇയാളുടെ അടുത്ത് കൊടുത്താൽ മതി, ഞാൻ വായിച്ചോളാം. ആ വണ്ടിയിട്. അത് മതി. താങ്ക് യു സാർ. இது எல்லா பேஜுமே காப்பி எடுக்கணும், நல்ல நீட்டா. அந்த காப்பி கவர் போட்டு கொடுக்கணும். அது நாளைக்கு போதும். ஆனா ஒரிஜினல் வந்து இப்போ திருப்பி கிடக்கணும். ஜாயப்பா, ഞാൻ വിളിച്ചപ്പോൾ താൻ എന്തിനാ ഓടിയത്? ആര് വിളിച്ചു? എപ്പോൾ വിളിച്ചു? രായപ്പ, പൊട്ടംകളി വേണ്ട. ഞാൻ വിളിച്ചു, താൻ എന്നെ കണ്ടു, മരണപ്രാളത്തിൽ ഓടുകയും ചെയ്തു. അതെന്തിനായിരുന്നു എനിക്ക് പറയണം. എന്തായിരുന്നു തൻ്റെ കയ്യിൽ ഒരു പൊതി? പൊതി കണ്ടു അല്ലേ? അപ്പോൾ താൻ എന്നെ കണ്ടു എന്നുള്ളത് നേരാ. പൊതി തുണിയായിരുന്നു, തേപ്പ് കടയിൽ കൊടുക്കാൻ. ഓടിയതും ശരിയാ. എൻ്റെ പഴയ മുറിയിൽ പൈപ്പ് പൊട്ടിയത് മാറ്റാൻ 100 രൂപ വാങ്ങിച്ച് മുങ്ങിയ പണ്ണീർ സെൽവം എന്നെ കണ്ടപ്പോൾ ഓടി. അവനെ പിടിക്കാൻ ഞാനും ഓടി. പണ്ണീർ സെൽവം? ഏത് പണ്ണീർ സെൽവം? ഏതൊക്കെ പണ്ണീർ സെൽവത്തെ തനിക്കറിയാം? തന്നെ കണ്ടിട്ടാണ് ഞാൻ ഓടിയതെങ്കിൽ ഇപ്പോഴും ഞാൻ ഓടണ്ടേ? അതെ, അതാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത്. എന്തെങ്കിലും സാധനം അടിച്ചു മാറ്റി എവിടുന്ന്? പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നു. ഞാനൊരു പ്രൊഡ്യൂസറെ ശരിയാക്കിയിട്ടുണ്ട്. ഉഗ്രൻ കാശുകാരനാ, ആള് ഗൾഫിലാ. താൻ എനിക്ക് റോള് തന്നില്ലെങ്കിലും തന്നെ പറ്റി ഞാൻ അയാളോട് എന്തൊക്കെയാ പറഞ്ഞെന്നറിയോ? വല്ലാതെ പറഞ്ഞോ? പൊക്കി അടിച്ചു. താൻ പക്ഷേ 6 മാസം വെയിറ്റ് ചെയ്യണം, അപ്പോഴേ അയാൾക്ക് അവിടെ നിന്ന് വരാൻ പറ്റൂ. പടാ, ഞാൻ അടുത്ത ആഴ്ച എറണാകുളത്തേക്ക് പോവാ, ബേബിക്കുട്ടിനോട് കഥ പറയാൻ.
അയാൾക്ക് ഇഷ്ടപ്പെട്ടാൽ 2 മാസത്തിനകം ഞാൻ ഷൂട്ടിംഗ് തുടങ്ങും. ഉദയ വേണ്ട, ഞാനാ പറയുന്നത്. നന്നായിട്ട് പടമെടുക്കണമെങ്കിൽ ആവശ്യത്തിന് പണമുള്ള നിർമ്മാതാവിനെ കിട്ടണം. ബേബിക്കുട്ടൻ്റെ കയ്യിൽ ഒലക്കയായിരിക്കുന്നത്. തനിക്ക് 6 മാസം ഒന്ന് വെയിറ്റ് ചെയ്താൽ എന്താ? അയാളുടെ പേരെന്താണെന്നറിയോ? ഫ്രാൻസിസ് കോലഞ്ചേരിക്കാരനാ. അതെ, താൻ പറയുന്ന ഈ പുളുകേട്ട് കാത്തിരിക്കാൻ തന്നെ പോലെ എൻ്റെ അപ്സ്റ്റെയർ വേക്കൻ്റ് അല്ല.